ഇന്ന് 2025 ജൂൺ മാസം 27-ാം തീയതി. നല്ല മഴയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം മുല്ലപ്പെരിയാർ ഡാം വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ്. ഏതാനും അടികൂടി വെള്ളം ഉയർന്നാൽ ഡാമിന്റെ സ്പിൽവേകൾ തുറക്കുമെന്നും പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാനും സർക്കാർ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉയർത്തുന്ന ഭീഷണി കേരളത്തിന് എന്നും ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ്. ഈ അണക്കെട്ടിന് ബലക്ഷയമുണ്ട്, അത് സുരക്ഷിതമല്ല, പുതിയ അണക്കെട്ട് വേണമെന്നുള്ള വാദം ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ ഈ അണക്കെട്ട് സുരക്ഷിതമാണ്, അതിന് ബലക്ഷയവും മറ്റു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള വാദവും നടക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളുടെ വിശദാംശങ്ങളെല്ലാം നമുക്ക് നേരത്തെ അറിവുള്ളതാണ്. ഡാമിന്റെ സുരക്ഷ പരിശോധിക്കുന്നതിലേക്ക് കേരളത്തിന്റെ നിരന്തരമായ ആവശ്യം ഇപ്പോൾ പരിഗണിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനായി ഡാമുകളുടെ സുരക്ഷ പരിശോധിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശോധന നടത്താനായിട്ട് ഉത്തരവായിരിക്കുകയാണ് ഐസോടോപ്പ് ടെസ്റ്റിംഗ്. എന്താണ് ഡാം സുരക്ഷയിലെ ഐസോടോപ്പ് ടെസ്റ്റിംഗ്? എങ്ങനെയാണ് ഇത് നടത്തുന്നത്? ഐസോടോപ്പ് പരിശോധനയിലൂടെ ഒരു ഡാമിന്റെ സുരക്ഷ എങ്ങനെ നിർണ്ണയിക്കാം? ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിഭീമമായ അളവിൽ ജലം സംഭരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഒരു കോട്ട പോലെ, മതില് പോലെ ഉയർന്നു നിൽക്കുന്ന ഡാമുകൾ, അണക്കെട്ടുകൾ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങൾ തന്നെയാണ്. കാർഷിക ആവശ്യങ്ങൾക്കുള്ള ജലസേചനം, കുടിവെള്ള വിതരണം, വൈദ്യുതി ഉൽപാദനം എന്ന് തുടങ്ങി ഒരു ദേശത്തിന്റെ സമഗ്ര വികസനത്തിൽ ഡാമുകൾ വഹിക്കുന്ന പങ്ക് ഒട്ടും ചെറുതല്ല. ഇതൊക്കെയാണെങ്കിലും ഡാമുകൾ പലപ്പോഴും ഭീഷണിയാകാറുണ്ട്. ഇത്രമാത്രം ഭീമമായ അളവിൽ ജലം ശേഖരിച്ചു നിർത്തുന്ന ഒരു അണക്കെട്ടിനെ ജലബോംബ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഡാമുകളുടെ സുരക്ഷ എന്ന് പറയുന്നത് ഏറെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു വെല്ലുവിളിയാണ്. കാലപ്പഴക്കം, കാര്യക്ഷമമല്ലാത്ത മെയിൻ്റനൻസ്, ഡിസൈനിലെ പാളിച്ചകൾ എന്നിങ്ങനെ പല രീതികളിൽ ഒരു ഡാം ഭീഷണി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അണക്കെട്ട് സംരക്ഷിക്കുമ്പോൾ നിരന്തരമായി അതിനെ നിരീക്ഷിക്കുകയും അതിന്റെ സുരക്ഷകൾ വിലയിരുത്തുകയും വേണം. അണക്കെട്ടുകളെ സംബന്ധിച്ച് ഏറ്റവും സാധാരണയായി കാണപ്പെടുന്ന ചില സുരക്ഷാ മേഖലകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തേതാണ് സീപ്പേജ്. ഒരു അണക്കെട്ടിന്റെ റിസർവോയറിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന ജലം ലീക്ക് ചെയ്യുന്നതിനെയാണ് സീപ്പേജ് എന്ന് വിളിക്കുക. ഒരു ഡാമിന്റെ, ഒരു അണക്കെട്ടിന്റെ ഫൗണ്ടേഷനിലെ അടിയിലൂടെയോ അല്ലെങ്കിൽ അബട്ട്മെന്റിലൂടെയോ റിസർവോയറിലെ ജലം ലീക്ക് ചെയ്യുന്നതിനെയാണ് സീപ്പേജ് എന്ന് വിളിക്കുക. ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ അടിത്തറ, ഡാമിന്റെ അടിവശം. ഒരു ഡാം ഇരുവശങ്ങളിലേക്കും കെട്ടി ഉറപ്പിച്ചിരിക്കുന്ന വശങ്ങളെയാണ് അബട്ട്മെന്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ വശങ്ങളിലൂടെയോ അല്ലെങ്കിൽ അടിത്തറയ്ക്ക് താഴെക്കൂടെയോ ജലം ലീക്ക് ചെയ്യുന്നതിനെയാണ് സീപ്പേജ് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ പ്രശ്നമാണ് ഇന്റേണൽ ഇറോഷൻ. ഇതിനെ പൈപ്പിംഗ് എന്നാണ് വിളിക്കുന്നത്. സീപ്പേജ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെ സീപ്പേജ് ഉണ്ടായി ജലം ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ലീക്ക് ചെയ്യുമ്പോൾ ആ ജലത്തോടൊപ്പം കോൺക്രീറ്റിന്റെ അംശങ്ങളും ഒഴുകി പുറത്തു പോയേക്കാം. ഇങ്ങനെ കോൺക്രീറ്റ് ഒലിച്ചു പോകുന്നത് സാവകാശം ഡാമിന്റെ ബലക്ഷയത്തിന് കാരണമാകും. ഇതിനെയാണ് ഇന്റേണൽ ഇറോഷൻ അല്ലെങ്കിൽ പൈപ്പിംഗ് എന്ന് വിളിക്കുന്നത്. കാലപ്പഴക്കത്താൽ അണക്കെട്ടിന് ചില ക്രാക്കുകളും ഫ്രാക്ചറും വന്നേക്കാം. ഇതാണ് മൂന്നാമത്തെ സുരക്ഷാ ഭീഷണി. നിരന്തരമായി വെയിലും തണുപ്പും ഏറ്റ് ഒരു കോൺക്രീറ്റ് നിർമ്മിതി നിലനിൽക്കുമ്പോൾ അതിൽ ഇത്തരം ക്രാക്കുകൾ ഉണ്ടാകുന്നത് സ്വാഭാവികം. ഇതിലൂടെയും ചിലപ്പോൾ സീപ്പേജ് ഉണ്ടാകാം, കാലക്രമത്തിൽ ബലക്ഷയമായി തീരുകയും ചെയ്യാം. ചിലപ്പോൾ പുറമേക്ക് യാതൊരു ലക്ഷണവും കാണിക്കാതെ തന്നെ റിസർവോയറിൽ നിന്ന് ജലം ഒഴുകി പുറത്തേക്ക് പോകാം. പുറമേ നിന്ന് നോക്കുമ്പോൾ അറിയാത്ത ഇത്തരം ലീക്കുകളും ഡാമിന്റെ സുരക്ഷയെ ബാധിച്ചേക്കാം. ഇങ്ങനെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങളോ അല്ലെങ്കിൽ പ്രകൃതി ക്ഷോഭമോ മൂലവും നിരന്തരം ഡാമുകൾ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു അണക്കെട്ടിന്റെയും സുരക്ഷയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിലെ റിസർവോയറിൽ നിന്നും പുറത്തേക്ക് ഒഴുകിപ്പോകുന്ന ജലത്തിന്റെ അളവും വഴിയും കൃത്യമായി നിർണ്ണയിക്കേണ്ടത് ഏറ്റവും നിർണായകമാണ്. എന്നാൽ പലപ്പോഴും പല അണക്കെട്ടുകളിലും ജലം പുറത്തേക്ക് ഒഴുകിപ്പോകുന്നതിന്റെ, ലീക്കായി പോകുന്നതിന്റെ വഴികൾ കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും അപകടകരം. കാരണം മീറ്ററുകളോളം നീളവും ഉയരവുമുള്ള ഒരു കോൺക്രീറ്റ് നിർമ്മിതിയുടെ ഏത് ഭാഗത്തു നിന്നാണ് ജലം ഒഴുകിപ്പോകുന്നത് കണ്ടെത്തുന്നത് വളരെ പ്രയാസമാണ്. ഇവിടെയാണ് ഡാം സുരക്ഷാ നിർണയത്തിൽ ഐസോടോപ്പ് ടെസ്റ്റിംഗ് ഏറ്റവും നിർണായകമാവുന്നതും ഒരു ഗെയിം ചേഞ്ചർ ആകുന്നത്. ഐസോടോപ്പ് ടെസ്റ്റിംഗ് എന്താണെന്ന് അറിയണമെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു പ്രവർത്തന തത്വം എന്ന് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒരു ആറ്റം എന്ന് പറയുന്നത് പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ചേരുന്നതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വ്യത്യസ്ത ന്യൂട്രോൺ നമ്പറുള്ള ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് വിളിക്കുന്നത്. നോർമൽ ഓക്സിജനായ ഓക്സിജൻ 16ന്റെ ഒരു ഐസോടോപ്പാണ് ഓക്സിജൻ 18. ഇവിടെ ഓക്സിജൻ 18ന് ഓക്സിജൻ 16നേക്കാൾ ന്യൂട്രോണുകളുടെ എണ്ണം കൂടുതലാണ്. അതുപോലെ തന്നെ ഹൈഡ്രജന്റെ രണ്ട് ഐസോടോപ്പുകളാണ് ഡ്യൂട്ടീരിയവും ട്രിഷ്യവും. അതേപോലെ തന്നെ അയഡിൻ 131 എന്നത് ഒരു റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പാണ്. നിയന്ത്രിതമായ അളവിൽ ഇത്തരം ഐസോടോപ്പുകൾ ജലത്തിൽ ലയിപ്പിക്കുകയും പിന്നീട് ഈ ഐസോടോപ്പുകളുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചാൽ ആ ജലം ലീക്ക് ചെയ്യുന്നത് റിസർവോയറിൽ നിന്നാണോ, ഇനി അതല്ല ഉറവയിൽ നിന്ന് വരുന്ന ജലമാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ഇതാണ് ഐസോടോപ്പ് ടെസ്റ്റിംഗിന്റെ പ്രവർത്തന തത്വം. ഇനി എങ്ങനെയാണ് ഈ പരീക്ഷണം, ഈ ടെസ്റ്റിംഗ് ചെയ്യുന്നതെന്നും അതിന്റെ റിസൾട്ട് എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നതെന്നും നമുക്ക് ചുരുക്കമായി ഒന്ന് നോക്കാം. ഒരു അണക്കെട്ടിന്റെ സുരക്ഷയെ പറ്റി സംസാരിക്കുമ്പോൾ ആ അണക്കെട്ടിൽ നിന്നും എത്രമാത്രം അളവിൽ ഏതെല്ലാം വഴിയെ ജലം ലീക്ക് ചെയ്തു പോകുന്നുണ്ട് എന്നറിയേണ്ടത് അത്യാവശ്യമാണ്.
ഇതിനായി ഐസോട്ടോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് ജലത്തിൽ ഒരു സിഗ്നേച്ചർ, ഒരു ബാർകോഡ് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പം പറയാം. ഈ ടെസ്റ്റിങ്ങിന്റെ ആദ്യ പടി എന്നത് ആ മേഖലയിലെ ജലത്തിന്റെ ഒരു അസസ്മെന്റ് നടത്തുക എന്നുള്ളതാണ് ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ആദ്യമായി ചെയ്യുക. അതിനായി ഐസോട്ടോപ്പുകൾ ജലത്തിൽ ലയിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആ ഡാമിന്റെ പരിസരത്ത് നിന്നായി പല പോയിന്റിൽ നിന്ന് ജല സാമ്പിളുകൾ ശേഖരിക്കും. ഇങ്ങനെ ശേഖരിക്കുന്ന സാമ്പിളുകളിൽ നിന്നും ആ ജലത്തിൽ നാച്ചുറലായി കാണപ്പെടുന്ന ഐസോട്ടോപ്പുകൾ ഏതാണെന്ന് വിശകലനം ചെയ്യും. ഇങ്ങനെ വിശകലനം ചെയ്യുന്നത് മിക്കവാറും സ്റ്റേബിൾ ഐസോട്ടോപ്പുകളെ ആയിരിക്കും. ഓക്സിജൻ 18, ഡ്യൂട്ടീരിയം മുതലായ ഐസോട്ടോപ്പുകളുടെ പ്രസൻസ് രേഖപ്പെടുത്തും. യഥാർത്ഥത്തിൽ ഈ ഐസോട്ടോപ്പുകൾ, ഈ നാച്ചുറൽ ഐസോട്ടോപ്പുകൾ ജലത്തിന്റെ ഒരു ഫിംഗർ പ്രിന്റ് പോലെ വർത്തിക്കുമെന്ന് നമുക്ക് വേണമെങ്കിൽ ആലങ്കാരികമായി പറയാം. പരീക്ഷണത്തിനായി അല്ലെങ്കിൽ പഠനത്തിനായി ഏത് ഐസോട്ടോപ്പ് ഉപയോഗിക്കണം എന്ന് നിർണ്ണയിക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. ഇതൊരു സങ്കീർണമായ പ്രോസസ്സാണ്. കാരണം പല തരത്തിലുള്ള ഡാം കൺസ്ട്രക്ഷൻ രീതികളുണ്ട്. ഇതിൽ ഏത് തരം ഡാം ആണ് ഇതെന്ന് നോക്കണം. അതുപോലെ തന്നെ ആ സോയിലിന്റെ, ആ മണ്ണിന്റെ ഘടന നോക്കണം. സംശയിക്കുന്ന സീപ്പേജിന്റെ അളവ് നോക്കണം. ഇത്തരം പല ഘടകങ്ങൾ ചേർന്നാണ് ഏത് ട്രേസറാണ് അല്ലെങ്കിൽ ഏത് ഐസോട്ടോപ്പാണ് അവിടെ ഉപയോഗിക്കേണ്ടതെന്ന് നിർണ്ണയിക്കുന്നത്. ഇങ്ങനെ ഏത് ഐസോട്ടോപ്പാണ് പഠനത്തിന് ഉപയോഗിക്കേണ്ടതെന്ന് നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ഈ ഐസോട്ടോപ്പ് ഡാമിന്റെ പല ഭാഗങ്ങളിൽ നിയന്ത്രിതമായി ഇഞ്ചക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഡാമിന്റെ തന്നെ പല ഭാഗങ്ങളിലായിട്ടായിരിക്കും ഇത് ഇഞ്ചക്ട് ചെയ്യുക. റിസർവോയറിൽ, അബട്ട്മെന്റിൽ, പിന്നെ ലീക്ക് സംശയിക്കുന്ന ഭാഗങ്ങളിലെല്ലാം വളരെ നിയന്ത്രിതമായ അളവിൽ ഈ ട്രേസറുകൾ സ്ഥാപിക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഇനി എന്താണ് സംഭവിക്കുക എന്ന് നമുക്കൊന്ന് ഊഹിക്കാം. റിസർവോയറിലാണ് ഐസോട്ടോപ്പ് കലർത്തിയിരിക്കുന്നത്. ഡാമിന് സുരക്ഷയുണ്ട് അല്ലെങ്കിൽ വിള്ളലുണ്ട്, അതിൽ ലീക്കേജ് ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ജലത്തിൽ കലർന്നിരിക്കുന്ന ഈ ഐസോട്ടോപ്പുകൾ ഈ വിള്ളലുകളിലൂടെയും സുഷിരങ്ങളിലൂടെയും പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഡാമിൽ നിന്ന് ലീക്ക് ചെയ്തു വരുന്ന വെള്ളത്തിൽ റിസർവോയറിൽ കലർത്തിയിരിക്കുന്ന ഐസോട്ടോപ്പിന്റെ ട്രേസ് അല്ലെങ്കിൽ അംശം ഉണ്ടാകും. ഇങ്ങനെ ലീക്ക് ചെയ്തു വരുന്ന ജലത്തിൽ എത്രമാത്രം ഐസോട്ടോപ്പിന്റെ അളവുണ്ട് എന്ന് പരിശോധിക്കലാണ് അടുത്ത ഘട്ടം. ഇതിനായി ഐസോട്ടോപ്പ് റിസർവോയറിൽ കലർത്തി നിശ്ചിത സമയത്തിന് ശേഷം ലീക്കേജ് സംശയിക്കുന്ന ഭാഗങ്ങളിൽ നിന്നെല്ലാം ജലം ശേഖരിക്കും. ലാബിലേക്ക് കൊണ്ടുവന്ന് ഏത് ഐസോട്ടോപ്പാണോ റിസർവോയറിൽ കലർത്തിയത് ആ ഐസോട്ടോപ്പിന്റെ പ്രസൻസ് ലീക്ക് ചെയ്ത് വരുന്ന ജലത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യുക. റിസർവോയറിൽ കലർത്തിയ ഐസോട്ടോപ്പിന്റെ അംശം ലീക്ക് ചെയ്ത് വരുന്ന ജലത്തിൽ എത്രമാത്രം വേഗത്തിൽ അളവിൽ കാണുന്നുണ്ട് അതനുസരിച്ചായിരിക്കും ഡാമിന്റെ സുരക്ഷയെ പറ്റിയുള്ള വിശദീകരണം വരിക. ഉദാഹരണത്തിന്, റിസർവോയറിൽ ഐസോട്ടോപ്പ് കലർത്തി വളരെ പെട്ടെന്ന് തന്നെ ലീക്കേജിന്റെ ഭാഗത്ത് ഈ ഐസോട്ടോപ്പ് കണ്ടെത്തിയാൽ അതിന്റെ അർത്ഥം ഡാമിന്റെ കൺസ്ട്രക്ഷനിൽ എന്തോ തകരാറുണ്ട്, അതിൽ ഡയറക്റ്റ് ക്രാക്കുകളുണ്ട്, ലീക്കേജ് ഉണ്ട്, ഡയറക്റ്റ് സീപ്പേജ് ആണ്, ഡാം സുരക്ഷയ്ക്ക് അത് നിർണായകമാണ് എന്നർത്ഥം. എന്നാൽ വളരെ താമസിച്ചാണ് ഐസോട്ടോപ്പിന്റെ പ്രസൻസ് കണ്ടെത്തുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ക്രാക്കുകൾ അല്ല, നേരെ മറിച്ച് ചെറു സുഷിരങ്ങൾ ഉണ്ടാവാം, പൈപ്പിംഗ് നടക്കാൻ സാധ്യതയുണ്ട്, അതുവഴിയായിരിക്കാം ജലം പുറത്തേക്ക് വരുന്നത് എന്നാണ്. ഇനി ശേഖരിക്കുന്ന ജലത്തിൽ ഐസോട്ടോപ്പിന്റെ പ്രസൻസ് കണ്ടില്ല എങ്കിലോ അതിന്റെ അർത്ഥം ഈ കാണുന്ന ജലം, ഡാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നു എന്ന് സംശയിക്കുന്ന ജലം യഥാർത്ഥത്തിൽ റിസർവോയറിൽ നിന്ന് പുറത്തേക്ക് വരുന്നതല്ല, നേരെ മറിച്ച് ഉറവജലമോ എന്തെങ്കിലും ആയിരിക്കാം എന്നാണ്. ഐസോട്ടോപ്പ് ടെസ്റ്റിംഗ് നമുക്ക് തരുന്ന റിസൾട്ട് വെറുതെ ഡാമിൽ ലീക്ക് ഉണ്ടോ എന്ന കാര്യം മാത്രമല്ല, ഇത് ആ ഡാമിന്റെ സുരക്ഷയിൽ നിർണായകമായേക്കാവുന്ന ആ പ്രദേശത്തെയോ ഒരുപക്ഷെ ആ ഡാമിന്റെ അടിയിലെ തന്നെയോ ഹൈഡ്രോഡൈനാമിക് പ്രൊഫൈൽ വെളിപ്പെടുത്തുന്ന ഒരു റിസൾട്ടാണ് ഐസോട്ടോപ്പ് ടെസ്റ്റുകൾ നമുക്ക് തരിക. ഇന്ത്യയിലെ ഭക്ര ഡാം, സാംബിയയ്ക്കും സിംബാബ്വേയ്ക്കും ഇടയിലുള്ള സാംബസി റിവറിലെ കരിബ ഡാം, ഇന്തോനേഷ്യയിലെ ജാഡിലുഹർ ഡാം എന്നീ അണക്കെട്ടുകളിലെല്ലാം സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി ഐസോട്ടോപ്പ് ടെസ്റ്റിംഗ് നടത്തിയിട്ടുള്ളതാണ്. പുറമേക്ക് ഒട്ടും ദൃശ്യമല്ലാത്ത, ഒരു ലക്ഷണവും കാണിക്കാത്ത ഒരു ഡാമിന്റെ സുരക്ഷയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായേക്കാവുന്ന ഇത്തരം ലീക്കുകൾ കണ്ടെത്താൻ ഐസോട്ടോപ്പ് പരീക്ഷണം നിർണായകമാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഡാം എന്നത് ഒരു ജല ബോംബാണ്. അതിന്റെ ബലക്ഷയം കണ്ടെത്തേണ്ടതും അതിനാവശ്യമായ നടപടികൾ ഏറ്റവും പെട്ടെന്ന് കൈക്കൊള്ളുകയും ചെയ്യേണ്ടത് ഒരു നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ നടപടിയാണ്. മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് ഐസോട്ടോപ്പ് പഠനം എന്നത് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. അയൽ സംസ്ഥാനത്തുള്ള നമ്മുടെ സഹോദരങ്ങളുടെ ആവലാതിയും കേരളത്തിന്റെ ആശങ്കയും ഭീതിയും ഒഴിവാക്കാനുള്ള നടപടികൾ ഇരു സംസ്ഥാനങ്ങൾക്ക് എടുക്കാൻ എത്രയും വേഗം സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. മറ്റൊരു വിഷയവുമായി അടുത്ത വഴി നമുക്ക് വീണ്ടും കാണാം.